ഹരേ കൃഷ്ണ. എല്ലാ വർഷവും മലയാള മാസത്തിൽ മേടം 1-ാം തീയതിയാണ് നമ്മൾ വിഷു ആയിട്ട് ആഘോഷിച്ചു വരുന്നത്. ഇത്തവണ നമ്മൾ മേടം 2-നാണ് വിഷു ആഘോഷിക്കുന്നത്. മേടസംക്രമത്തിന് 16 നാഴിക മുമ്പും അതിനുശേഷവും കണി കാണുന്നത് ശുഭകരമല്ല എന്ന് കരുതുന്നതാണ് ഇതിന് പിന്നിലെ കാരണം. പകലും രാത്രിയും സമമാകുന്ന ദിവസമായി വിഷുവിനെ കരുതപ്പെടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ആഘോഷമായും വിഷുവിനെ കണക്കാക്കുന്നുണ്ട്. കാർഷിക വിളവെടുപ്പുമായും വിഷു ബന്ധപ്പെട്ട് നിൽക്കുന്നു. വിഷുവിൻ്റെ വരവ് നമ്മളെ അറിയിക്കാൻ നിന്നവണ്ണം ധാരാളം കണിക്കൊന്ന പൂക്കൾ വിഷുവിനോടനുബന്ധിച്ച് പൂവിട്ട് നിൽക്കുന്നത് നമ്മൾ കാണും. പണ്ട് ത്രേതായുഗത്തിൽ ബാലിയെ ഭഗവാൻ ഒളിയമ്പെയ്ത് കൊന്ന സമയത്ത് ഭഗവാൻ ഒളിഞ്ഞിരുന്നത് കൊന്ന മരത്തിൻ്റെ പുറകിലായിരുന്നു. അങ്ങനെ കൊന്ന മരം എന്ന് പടി കേൾക്കേണ്ടി വന്ന ആ മരം ഭഗവാനോട് സങ്കടം പറയുകയും പിന്നീട് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് അത്രയും വിശിഷ്ടപ്പെട്ട ഒരു പൂവായി കണിക്കൊന്നയായി മാറിയതും എന്ന് ഒരു കഥയുണ്ട്. രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ കഥയിലും അതേപോലെ തന്നെ ഒരു ബാലനെ ഭഗവാൻ അനുഗ്രഹിച്ച കഥയിലുമൊക്കെ കണിക്കൊന്ന പൂവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കണിക്കൊന്ന പൂവിനെ കുറിച്ച് പറയുന്ന കഥകൾ എന്തു തന്നെയായാലും പൂവിട്ട് നിൽക്കുന്ന ആ കാഴ്ച എല്ലാവർക്കും സന്തോഷം നൽകുന്നത് തന്നെയാണ്. ഭഗവാനെ പട്ടൊക്കെ ഉടുപ്പിച്ച് ഒരുക്കി അണിയിച്ചൊരുക്കി കണിയൊക്കെ വെച്ച് കാണുന്ന ആ ഒരു കാഴ്ച, ആ ഒരു രംഗം വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തും. സാത്വിക ഗുണങ്ങളുള്ള ഫലങ്ങളും പച്ചക്കറികളും അതേപോലെ ധാന്യങ്ങളും ദ്രവ്യങ്ങളും എല്ലാം നമ്മൾ ഭഗവാന് കണിക്കൊരുക്കാറുണ്ടല്ലേ. ഭഗവാൻ എന്ത് സമർപ്പിച്ചാലും അത് നമ്മൾക്ക് അതിൻ്റെ ഇരട്ടി ഭഗവാൻ നൽകുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. സമൃദ്ധിയുടെ പ്രതീകമാണ്. കുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ കൈനീട്ടം കിട്ടുന്ന കാര്യമായിരിക്കും മനസ്സിലേക്ക് ഓടിയെത്തുക. അതും ഒരു പരസ്പര സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് വിഷു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സർവം ശ്രീ രാധാകൃഷ്ണായേനി സമർപ്പയാമി.